വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ജനകീയ വിഷയങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഭരണവിരുദ്ധ വികാരം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, പോത്തുകല്ല് ഈ കഴിഞ്ഞ നമ്മുടെ പ്രതീക്ഷ പോലെ 541 ലീഡിന്റെ പാറ്റേണിൽ പ്രതീക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുകയില്ല. അങ്ങനെ സംഭവിച്ചാലും അത് UDF സ്ഥാനാർത്ഥിക്ക് ഗുണമാകും. 5418 വോട്ടുകൾക്ക് ഈ 7 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എടക്കര കൂടി എണ്ണിക്കഴിഞ്ഞു. എടക്കര കൂടി എണ്ണുമ്പോഴുള്ള കണക്കാണിത്. 5418 7700 വോട്ട് നേടി കറുത്ത കുതിരായി PV അൻവർ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയുള്ള ബൂത്തുകളിൽ, ഇനിയുള്ള റൗണ്ടുകളിൽ അൻവർ ഉണ്ടാക്കുന്ന വോട്ടുകൾ, അൻവർ ഉണ്ടാക്കുന്ന എഫക്ട് എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. ഇനി പോത്തുകല്ലിലേക്ക് കടക്കുകയാണ്. 28 ബൂത്തുകൾ പോത്തുകല്ലുണ്ട്. ഈ 28 ബൂത്തുകളുടെ ഫലസൂചനകളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണണം. ആ റൗണ്ടുകളിലേക്ക് കടക്കുന്ന സാഹചര്യം കൂടിയാണ്. നിമിഷത്തിനകം നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. തൽക്കാലത്തെ കണക്ക് എന്ന് പറയുന്ന 5418 വോട്ടുകൾക്ക് ഇപ്പോൾ PV അൻവർ മുന്നിലാണ് എന്നുള്ളതാണ്. നിർണായകമായ ഭൂരിപക്ഷത്തിലേക്ക് അൻവർ എത്തിയിരിക്കുന്നു. 5418 എന്നുള്ളത് ചെറിയ ഭൂരിപക്ഷമല്ല. അൻവറെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപക്ഷെ UDF പ്രതീക്ഷിച്ചതിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും, ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തും. 2000 വോട്ടിന് ജയിച്ചാലും ഇവിടെ ജയമാണ്. കാരണം പിടിച്ചെടുക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങൾ വലിയ രീതിയിൽ വോട്ടായിട്ടില്ല നിലമ്പൂരിൽ എന്ന് പറയേണ്ടതായിട്ട് വരുന്നു. ജനകീയ വിഷയങ്ങളാണ്. ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയുടെ വലിയ പ്രതീക്ഷ അതായിരുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ വിവാദങ്ങളല്ല നിലമ്പൂരിലെ വോട്ടർമാർ നോക്കുക എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞിരുന്നത്. ഇടക്കരയിൽ പോലും രാഷ്ട്രീയ വിഷയങ്ങൾ, VV പ്രകാശിന്റെ ഗൃഹസന്ദർശന വിവാദം അടക്കം 7ാം റൗണ്ടിന്റെ കണക്കുകൾ വരുന്നു. ഷൗക്കത്തിന്റെ ലീഡ് 372. 7ാം റൗണ്ടിൽ 372. പോത്തുകല്ല് അടക്കമുള്ള പോത്തുകല്ലിന്റെ ഒരു വാർഡ് അടക്കം കൗണ്ട് ചെയ്യപ്പെട്ട 7ാം റൗണ്ടിൽ 372 ലീഡ് ഷൗക്കത്തിന്റെ കുറയുന്നു. അത് കുറവാണ്. കാരണം ഈ ലീഡ് കിട്ടിയാൽ പോരാ. മുൻ റൗണ്ടുകളെ അപേക്ഷിച്ച് ഈ റൗണ്ടിൽ ലീഡ് ഷൗക്കത്തിന് കുറഞ്ഞു എന്നതാണ് ചിത്രം. അതെന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 7ാം റൗണ്ടിൽ കൗണ്ട് ചെയ്യപ്പെട്ട എടക്കരയുടെ 13 ബൂത്തുകളും പോത്തുകല്ലിന്റെ ഒരു ബൂത്തും എടക്കരയിൽ UDFന് ലീഡ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എടക്കരയിൽ UDFന് ലീഡ് കുറഞ്ഞിട്ടുണ്ട്. എടക്കരയിൽ എന്തായാലും ഈ റൗണ്ടിലെങ്കിലും UDFന് ലീഡ് കുറഞ്ഞു. ഇപ്പോഴത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 5123 ഷൗക്കത്തിന്റെ ലീഡിൽ കുറവുണ്ടാകുന്നു. ഇതിനിടയിൽ അൻവർ ഉയർത്തുന്ന ലീഡ് 9000 എന്ന ലീഡിലേക്കാണ്. 10,000 വോട്ട് എന്നൊക്കെ പറയുമ്പോൾ എടക്കരയിൽ സംഭവിച്ചത് VV പ്രകാശ് ഫാക്ടർ വർക്ക് ചെയ്തെങ്കിൽ അത് അൻവറിന് അനുകൂലമായി എന്നതാണ്. അൻവർ ഒരുപക്ഷെ പ്രകാശിന്റെ വീട്ടിൽ പോയതും ഷൗക്കത്തിനെതിരെ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ ആ തരത്തിൽ പ്രതിഫലിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. എടക്കരയിൽ UDFന് അവിടെ രാഷ്ട്രീയ നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ മൊത്തത്തിലുള്ള ഭൂരിപക്ഷത്തിൽ കുറവ് വന്നു എന്നതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും എടക്കര അവിടെ അൻവർ നേട്ടമുണ്ടാക്കി എന്നാണ് ചിത്രം. എടക്കരയിൽ അൻവറിന്റെ വോട്ടുകളുടെ എണ്ണം ഉയരുന്നു. 10,000-അടുത്തേക്ക് അൻവർ വോട്ടുകൾ ഉയർത്തുന്നു. റൗണ്ടിൽ 10,000 വോട്ടിനടുത്തേക്ക് അൻവർ എത്തുന്ന കാഴ്ച PVR ഇഫക്റ്റ് എഴുതി തള്ളിയവർക്ക് തെറ്റി. അൻവർ 10,000 വോട്ട് 10 റൗണ്ടിനുള്ളിൽ പിടിച്ചാൽ 19 റൗണ്ടിൽ എത്ര വോട്ടായിരിക്കും അൻവർ പിടിക്കുക? ഇതിനുത്തരം പറയേണ്ട ബാധ്യത